നമസ്കാരം. മധ്യപൂർവേഷ്യയിലെ സംഘർഷാന്തരീക്ഷം വീണ്ടും കടുത്ത നിലപാടുകളിലേക്ക് നീങ്ങുന്നുവെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇറാനിലെ മഷ്ഹദ് വിമാനത്താവളത്തിൽ തിങ്കളാഴ്ചയുണ്ടായ വ്യോമാക്രമണം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. US-ഉം ഇസ്രായേലും ചേർന്ന് നടത്തിയതെന്ന ആരോപണം ഉയർന്നിരിക്കുന്ന ഈ ആക്രമണത്തിൽ ഇറാന്റെ മഹാൻ എയർ വിമാനത്തിന് കേടുപാടുകൾ സംഭവിച്ചതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. എന്നാൽ ഈ സംഭവത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നത് ആ വിമാനത്തിന്റെ ലക്ഷ്യവും അതിന്റെ പ്രസക്തിയുമാണ്. ഇന്ത്യയിൽ നിന്നുള്ള മരുന്നുകളും അടിയന്തര സഹായ സാധനങ്ങളും കൊണ്ടുപോകാനായി ഷെഡ്യൂൾ ചെയ്തിരുന്ന വിമാനമായിരുന്നു അത് എന്നാണ് ഇറാനിയൻ ഉദ്യോഗസ്ഥർ പറയുന്നത്. മനുഷ്യാവകാശ സഹായം എത്തിക്കുന്നതിനായുള്ള ഒരു ദൗത്യ വിമാനത്തെ ലക്ഷ്യമിട്ടാണോ ഈ ആക്രമണം എന്ന ചോദ്യം അന്താരാഷ്ട്ര സമൂഹത്തിൽ ഉയരുകയാണ്. അതേസമയം ഈ ആരോപണത്തെക്കുറിച്ച് US-ഉം ഇസ്രായേലും ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. NDTV ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ആഴ്ച ഈ വിമാനം മെഡിക്കൽ സാമഗ്രികളും ഇറാനിയൻ ജനങ്ങൾക്കുള്ള അവശ്യ സാധനങ്ങളും ശേഖരിക്കാൻ ഡൽഹിയിലേക്ക് പറക്കേണ്ടതായിരുന്നുവെന്ന് ഇറാനിയൻ ഉദ്യോഗസ്ഥർ പറയുന്നു. എന്നാൽ ഇതു സംബന്ധിച്ച് പ്രതികരണം നടത്തിയിട്ടില്ല. മരുന്നുകളും മെഡിക്കൽ ഉപകരണങ്ങളും എത്തിക്കുന്ന ഇറാനിയൻ വിമാനത്തിന് നേരെയുണ്ടായ ആക്രമണം ഒരു യുദ്ധക്കുറ്റവും അന്താരാഷ്ട്ര നിയമങ്ങളുടെ വ്യക്തമായ ലംഘനവുമാണ് എന്ന് ചൂണ്ടിക്കാട്ടി ഇറാൻ സിവിൽ ഏവിയേഷന്റെ പ്രസ്താവന ഇന്ത്യയിലെ ഇറാൻ എംബസി Xൽ പങ്കുവച്ചിട്ടുണ്ട്. അതിൽ ഇന്ത്യയിലേക്ക് ഷെഡ്യൂൾ ചെയ്ത വിമാനമാണ് എന്ന് പ്രത്യേകം പറയുന്നില്ല. നിരവധി രാജ്യങ്ങളിൽ നിന്ന് ഇറാനിലേക്ക് മരുന്നും വൈദ്യോപകരണങ്ങളും എത്തിച്ചിരുന്ന ഇറാനിയൻ യാത്രാ വിമാനത്തിനു നേരെ ഇസ്രയേലി അമേരിക്കൻ ആക്രമണം നടന്നുവെന്നും ഇറാന്റെ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ ഈ നടപടിയെ ശക്തമായി അപലപിച്ചുവെന്നും പ്രസ്താവനയിൽ പറയുന്നു. ഇത്തരം വിമാനങ്ങളെ ലക്ഷ്യമിടുന്നത് അന്താരാഷ്ട്ര വ്യോമയാന ചട്ടങ്ങളുടെ ലംഘനമാണെന്നും മാനുഷിക നിയമങ്ങളുടെ തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നും ഓർഗനൈസേഷന്റെ പ്രസ്താവന ഊന്നിപ്പറഞ്ഞു. മഷ്ഹദ് വിമാനത്താവളത്തിൽ US നടത്തിയ ആക്രമണത്തിലാണ് വിമാനത്തിന് കേടുപാടുകൾ സംഭവിച്ചത്. വിമാനം ഏപ്രിൽ 1-ന് ഡൽഹിയിലേക്ക് പോകാനിരുന്നതായാണ് റിപ്പോർട്ട്. മാർച്ച് 18-ന് ഇറാനിയൻ റെഡ് ക്രിസന്റ് സൊസൈറ്റി വഴി ഇന്ത്യൻ മെഡിക്കൽ സഹായം ഇറാനിലേക്ക് എത്തിച്ചിരുന്നു. ഡൽഹിയിലെ ഇറാനിയൻ എംബസി ഇന്ത്യയുടെ സഹായത്തിന് നന്ദി അറിയിക്കുകയും ചെയ്തിരുന്നു. മഹാൻ എയർ സ്വകാര്യ ഉടമസ്ഥതയിലുള്ള ഇറാനിയൻ എയർലൈനാണ്. പശ്ചിമേഷ്യ, മധ്യേഷ്യ, ദക്ഷിണേഷ്യ, തെക്കുകിഴക്കേഷ്യ, കിഴക്കേഷ്യ എന്നിവിടങ്ങളിലെ നിരവധി രാജ്യങ്ങളിൽ വിമാന സർവീസ് നടത്തുന്നുണ്ട്. സംഭവത്തിന്റെ യഥാർത്ഥ പശ്ചാത്തലം എന്താണെന്ന് വ്യക്തതയില്ലാത്ത സാഹചര്യത്തിൽ ഇത് സാധാരണ സൈനിക നീക്കത്തിന്റെ ഭാഗമോ അതോ വലിയ തന്ത്രപരമായ സന്ദേശമോ എന്നതും വിദഗ്ധർ വിശകലനം ചെയ്യുകയാണ്. മധ്യപൂർവേഷ്യയിൽ ഇതിനകം തന്നെ സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന സമയത്ത് ഇത്തരം സംഭവങ്ങൾ സ്ഥിതിഗതികളെ കൂടുതൽ വഷളാക്കാനുള്ള സാധ്യതകൾ ഉയർത്തുന്നുവെന്ന ആശങ്കയും ശക്തമാണ്. മനുഷ്യാവകാശ സഹായ പ്രവർത്തനങ്ങൾ പോലും ഇപ്പോൾ സുരക്ഷിതമല്ലാത്ത സാഹചര്യത്തിലേക്കാണോ ലോകം നീങ്ങുന്നത്? അന്താരാഷ്ട്ര നിയമങ്ങളും മാനവിക മൂല്യങ്ങളും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു പുതിയ ഘട്ടത്തിലേക്കാണോ ഈ സംഭവം വിരൽ ചൂണ്ടുന്നത്? ഈ ചോദ്യങ്ങളോടെയാണ് ലോകം ഇപ്പോൾ ഇറാനിലെ മഷ്ഹദ് വിമാനത്താവളത്തിലെ ഈ സംഭവത്തെ ഉറ്റുനോക്കുന്നത്.